ഹായ് മക്കളെ, വെൽക്കം ടു എജുപോട്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ +2 കെമിസ്ട്രിയിലെ 4ാമത്തെ ചാപ്റ്ററായ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ചെറിയ സമ്മറി വീഡിയോ. വളരെ എളുപ്പത്തിൽ ഈ ചാപ്റ്റർ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഇന്ന് പഠിക്കാൻ പോവുക. ആദ്യം നിങ്ങൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ കേൾക്കുമ്പോൾ ഓർമ്മ വരേണ്ടത് ഫസ്റ്റ് ബ്ലോക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സാ. ആരാ? ഡി ബ്ലോക്ക് എലമെന്റ്സാ. അവരെ വിളിക്കുന്ന വേറൊരു പേരാണ് മക്കളെ ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താ വിളിക്കുക? ട്രാൻസിഷൻ എലമെന്റ്സ്. എന്തുകൊണ്ടാ ട്രാൻസിഷൻ എലമെന്റ് എന്ന് വിളിച്ചത്? ഒന്നുമില്ലടാ, അവരിൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ഏത് ഓർബിറ്റൽ കാണാൻ പറ്റും? ഡി സബ്ഷെൽ അല്ലെങ്കിൽ ഡി ഓർബിറ്റൽ കാണാൻ പറ്റും. ഇനി ട്രാൻസിഷൻ എലമെന്റിൽ തന്നെ ഈ ഡി ബ്ലോക്ക് എലമെന്റിൽ ഉൾപ്പെട്ടിട്ട് ട്രാൻസിഷൻ എലമെന്റ് ആവാത്ത 3 ആൾക്കാരുണ്ട്. ആരൊക്കെയെന്നറിയോ? പഠിച്ചോ മക്കളെ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ഇവരുടെ പ്രത്യേകത എന്താ? സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്ന ആൾക്കാരുടെ പ്രത്യേകത, ഇവരെ നിങ്ങൾ വിളിക്കുന്ന പേര് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്നാ. എന്താ വിളിക്കുക? സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റാ. ഇവരിൽ ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റൽസ്, ഡി ഓർബിറ്റൽസ് ഇല്ല. അതുകൊണ്ട് ഇവരെ നിങ്ങൾ വിളിക്കുന്നത് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ് എന്നാ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മക്കളെ, പൊസിഷൻ ഇൻ പീരിയോഡിക് ടേബിൾ. എവിടെയാ നിങ്ങളുടെ ഡി ബ്ലോക്ക് എലമെന്റ് കിടക്കുന്നത്? എസ് ബ്ലോക്കിനും പി ബ്ലോക്കിനും ഇടയിലാണ് നിങ്ങളുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ. യെസ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചോ? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് n-1 d1 to 10 ns1 to 2. ഓക്കെ ആണല്ലോ. ഡി ബ്ലോക്ക് എലമെന്റിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. മക്കളെ പഠിക്കണേ. യെസ്. നെക്സ്റ്റ് നോക്കടാ, ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഇവരുടെ ജനറൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അറ്റോമിക് അല്ലെങ്കിൽ അയോണിക് റേഡിയസ്. ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി, വളരെ സിമ്പിൾ ആയ കാര്യം. എടാ, അറ്റോമിക് റേഡിയസ് ആദ്യം ഒരു സീരീസിൽ ഡിക്രീസ് ചെയ്യും, കുറയുന്നു, പിന്നെ അത് കോൺസ്റ്റന്റ് ആവുന്നു, പിന്നെ അത് ഇൻക്രീസ് ചെയ്യുന്നു. നിങ്ങളൊരു സീരീസ് എടുത്താൽ ആ സീരീസിൽ ആദ്യം അറ്റോമിക് റേഡിയസ് ഇൻക്രീസ് ചെയ്യല്ല, എന്താ ചെയ്യുക? ഡിക്രീസ് ചെയ്യും, പിന്നെ കോൺസ്റ്റന്റ് ആവും, പിന്നെ ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഓർഡർ പഠിച്ചു വെക്കണേ മക്കളെ. ഇനി ഒരു പോയിന്റും കൂടി എടുത്തോ. നിങ്ങൾക്ക് ഡി ബ്ലോക്ക് എലമെന്റ് പറയുമ്പോൾ മെയിനായിട്ട് 3D സീരീസ്, 4D, 5D, 6D സീരീസുകളാണ് പഠിക്കാനുള്ളത്. 3D ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ സ്കാൻഡിയം, ടൈറ്റാനിയം, ഓക്കെ അല്ലേ? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, ഓക്കെ, അയേൺ, കൊബാൾട്ട്, നിക്കല്, കോപ്പർ, സിങ്ക്. ഇതാണ് 3D സീരീസ്. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഈ സീരീസിനെയാണ് നിങ്ങൾ 3D സീരീസ് എന്ന് വിളിക്കുക. ഇനി ഒരു കാര്യം കൂടി പറയാണ്, 4D സീരീസിന്റെയും 5D സീരീസിന്റെയും സൈസ് ഏകദേശം സിമിലറാ. എന്താ കാരണം? ഡ്യൂ ടു ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഡ്യൂ ടു ആരാ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതാണ് അറ്റോമിക് റേഡിയസിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ്. നെക്സ്റ്റ് കാര്യം നോക്കടാ മക്കളെ, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. എടാ, മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അപ് ടു മിഡിൽ. ഒരു സീരീസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മിഡിൽ വരെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടും, പിന്നെ അത് എന്ത് ചെയ്യുന്നു മക്കളെ? ഡിക്രീസ് ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഗ്രാഫാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യം കൂടി, പിന്നെ നടുവെത്തിയപ്പോൾ കുറഞ്ഞു. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നോക്കടാ, അയോണൈസേഷൻ എൻതാൽപ്പി. എന്താ അയോണൈസേഷൻ എൻതാൽപ്പി? ലാസ്റ്റ് ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയെ, റിമൂവ് ചെയ്യാൻ നമ്മൾ കൊടുക്കേണ്ട എനർജിയെ വിളിക്കുന്ന പേരാ അയോണൈസേഷൻ എൻതാൽപ്പി. എന്താ അയോണൈസേഷൻ എൻതാൽപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ശ്രദ്ധിച്ചോ. അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഒരു സീരീസിൽ നോക്കിയാൽ അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ബിക്കോസ് എന്താ കാരണം? ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയസിന്റെ ചാർജ് കൂടിയാൽ നിങ്ങൾ കുറേ എനർജി കൊടുത്താൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോണിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും അത് ഇൻക്രീസ് ചെയ്യുന്നു. ഓർത്ത് വെച്ചാൽ നല്ലത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്?
ഒരാളുടെ ചാർജ് എടാ പഠിച്ചോ, ഡി ബ്ലോക്ക് എലമെന്റ്സ് എപ്പോഴും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുക. അവർക്ക് ഫിക്സ്ഡ് ആയ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല, അത് മാറിക്കൊണ്ടിരിക്കും. കാരണം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും മക്കളെ. കമ്പയറബിൾ എനർജീസ് ഓഫ് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ആൻഡ് ഡി സബ്ഷെല്ല്. എന്താ അങ്ങനെ പറഞ്ഞാൽ, എസ് സബ്ഷെല്ലും ഡി സബ്ഷെല്ലും ഉണ്ടല്ലോ ലാസ്റ്റുള്ള, അവരുടെ എനർജീസ് ഏകദേശം സിമിലർ ആണ്, സെയിം ആണ്. അതുകൊണ്ട് ഡി ഓർബിറ്റൽസും എസ് ഓർബിറ്റൽസും ഒക്കെ റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് മക്കളെ ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫിക്സ്ഡ് അല്ല, അത് മാറിക്കൊണ്ടിരിക്കുന്നു, വേരിയബിൾ ആണെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ. സ്കാൻഡിയം എന്ന് പറയുന്ന ആൾ എപ്പോഴും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കൂ. സിങ്ക് എപ്പോഴും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ കാണിക്കൂ. ഏറ്റവും വലിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന ആള് മാംഗനീസ് ആണ്, ദാറ്റ് ഈസ് +7 ആണ് കാണിക്കുക. ക്ലിയർ ആണല്ലോ? യെസ്. ഓക്സിഡേഷൻ സ്റ്റേറ്റും കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കടാ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി. 2 മാഗ്നറ്റിക് പ്രോപ്പർട്ടിയെ കാണിക്കൂ. ഒന്ന് പാരാമാഗ്നറ്റിക്, 2 ഡയാമാഗ്നറ്റിക്. ഇലക്ട്രോൺ പെയറുകൾ എവിടെയെങ്കിലും അൺപെയർഡ് ആയിട്ട് ഒരു ഇലക്ട്രോൺ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആണ്. എല്ലാ ഇലക്ട്രോണുകളും പെയർ ആണെങ്കിൽ അത് മക്കളെ ഡയാമാഗ്നറ്റിക് ആണ് എന്ന് ഓർത്ത് വെക്കണം. ഇനി മാഗ്നറ്റിക് മൊമെന്റ് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് മ്യൂ ഈസ് ഈക്വൽ ടു √n × n+2. എന്താ മക്കളെ? മ്യൂ ഈസ് ഈക്വൽ ടു √n × n+2. അതിന്റെ യൂണിറ്റ് BM എന്ന ബോർ മാഗ്നറ്റോൺ. എന്താ യൂണിറ്റ്? ബോർ മാഗ്നറ്റോൺ. അപ്പൊ ഡൗട്ട് ആരാ സാറേ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. n എന്ന് പറഞ്ഞാൽ ആരാ? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. പെയറില്ലാത്ത ഇലക്ട്രോണുകളുടെ എണ്ണമാണ് മക്കളെ n. ഇനി നോക്കടാ, അതിന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ. Mn2+ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റ് കണ്ടെത്തണം. മാംഗനീസ് എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 25. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ ആർഗൺ 18 ആള് പോയി. ആർഗൺ എഴുതിയ 18 ഇലക്ട്രോൺ കഴിഞ്ഞ്. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18. ബാക്കി ആരാ മക്കളെ? 3D ഉണ്ട്, പിന്നെ ആരുണ്ട്? 4s ഉണ്ട്. ആദ്യം 4sൽ 2 എണ്ണം, അപ്പൊ 20 ആയി. ബാക്കി 3Dയിൽ 5. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? യെസ്, ക്ലിയർ ആണ്. 5 എഴുതി. ഇനി ഇതിന് Mn2+ ആ ചോദിച്ചിട്ടുള്ളത്. Mn2+. എന്താ ചെയ്യേണ്ടത്? 4sൽ നിന്നും 2 ഇലക്ട്രോണെ കൊടുക്കണം. ബാക്കി ആർഗൺ 3D5. ഡൗട്ടില്ലല്ലോ? ഡിയിൽ 5 ഡി ഓർബിറ്റൽ വരക്കുകയാണെങ്കിൽ 1 2 3 4 5. ഇതാണ് നിങ്ങളുടെ 3D. 5 ഇലക്ട്രോൺ വരക്കണം. 1 2 3 4 5. 5 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. 5 ഇലക്ട്രോണും പെയറില്ല, അൺപെയർഡാ. വിച്ച് മീൻസ് ഇവിടുത്തെ അൺപെയർഡ് ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ മ്യൂ ഈസ് ഈക്വൽ ടു √n × n+2. വിച്ച് മീൻസ് എത്രയാ? 5 × 5+2 വിച്ച് മീൻസ് √5 × 7 എത്രയാ? √35 ആണ്. ബോർ മാഗ്നറ്റോൺ ആണ് ഇവിടുത്തെ ആൻസർ. √35 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അത് 4.9 വരിക. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അത് എത്രയാ? 4.9 അല്ല, സോറി, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു അത് എത്രയാ വരിക മക്കളെ? 5.9 വരിക. എത്ര വരിക? 5.9 ആണ് അപ്രോക്സിമേറ്റ്ലി ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ? 5.9 ബോർ മാഗ്നറ്റോൺ. ക്ലിയർ ആണല്ലോ? ഇതാണ് നിങ്ങളുടെ മാഗ്നറ്റിക് മൊമെന്റ് കാണാനുള്ള ട്രിക്ക്. മക്കളെ, നമ്മുടെ ഈ ക്ലാസ്സിന്റെ നോട്ട് ലഭിക്കാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ നോട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് നിർബന്ധമായിട്ടും ഡൗൺലോഡ് ചെയ്യണം. അത് മാത്രമല്ല, ഈ നോട്ട് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ പുതിയ ഒരു ബൂസ്റ്റർ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ഒരുപാട് പിള്ളേർ
ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർക്കായിട്ട് വേണ്ടിയിട്ട് കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ലാസ്റ്റ് ചാപ്റ്റർ വരെ കവർ ചെയ്യും. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്യുക. അതുമാത്രമല്ല, ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ സപ്പോർട്ടും, കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്ന ഒരു ബാച്ചാണ് ബൂസ്റ്റർ ബാച്ച്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്തതാണ് മക്കളെ ഫോർമേഷൻ ഓഫ് കളേർഡ് കോമ്പൗണ്ട്. എടാ, ഈ ഡി ബ്ലോക്ക് എലമെന്റുകൾക്ക് കളറുള്ള കോമ്പൗണ്ട് ഉണ്ടാക്കാൻ കഴിവുണ്ട്. കാരണം എന്താണെന്നറിയോ? ഒറ്റ റീസൺ, ഡി ട്രാൻസിഷൻ. ഒരു ഡിയിൽ നിന്നും മറ്റൊരു ഡിയിലേക്ക് ഇലക്ട്രോണിന് പോവാൻ കഴിയും. അതാണ് ഡി ട്രാൻസിഷൻ. അങ്ങനെ പോണെങ്കിൽ ഇലക്ട്രോൺസ് ആരെങ്കിലും ഒരാൾ ആരായിരിക്കണം മക്കളെ? പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡി ട്രാൻസിഷൻ നടത്താൻ കഴിയൂ. അപ്പോൾ അയാൾ കളർ കാണിക്കും. നെക്സ്റ്റ് നോക്കടാ മക്കളെ, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ്. നിങ്ങൾ 5ാമത്തെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു. കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോംപ്ലക്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ബ്ലോക്ക് അല്ലെങ്കിൽ എലമെന്റുകൾ ആരാന്ന് ചോദിച്ചാൽ അത് ട്രാൻസിഷൻ എലമെന്റാ അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സാ. കാരണം എന്താ മക്കളെ? അവരുടെ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്. അവരുടെ സൈസ് കമ്പാരിറ്റീവ്ലി എന്താ? സ്മോളർ ആണ് മക്കളെ. അവരുടെ സൈസ് കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്. അവരുടെ ചാർജ് ഭയങ്കര കൂടുതലാ, ഹൈ അയോണിക് ചാർജ്. ഇനി എപ്പോഴും പറയുന്ന ആള് പാർഷ്യലി ഫീൽഡ് എന്ത് ഓർബിറ്റൽ ഉണ്ട്? ഡി ഓർബിറ്റൽ ഉണ്ട്. അത് മാത്രമല്ല അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഡിഫറൻ്റ് ആണ്, വേരിയബിൾ ആണ്. ഇനി കുറച്ച് കോർഡിനേഷൻ എലമെന്റുകളുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ബിക്കോസ് നിങ്ങൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നുള്ള ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? യെസ്. നെക്സ്റ്റ് നോക്കടാ, കാറ്റലിറ്റിക് പ്രോപ്പർട്ടി. നിങ്ങൾ ഏതൊരു കാറ്റലിസ്റ്റ് എടുത്തോ, ഒട്ടുമിക്ക കാറ്റലിസ്റ്റുകളിലും ഉള്ള എലമെന്റ് ആരാന്ന് ചോദിച്ചാൽ അത് ഡി ബ്ലോക്ക് എലമെന്റ്സാ. കാരണം എന്താ മക്കളെ? അവരുടെ സർഫസ് ഏരിയ ലാർജ് ആണ്. സർഫസ് ഏരിയ നല്ല കൂടുതലാ ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിന്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോയിന്റ്, അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? വേരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആക്ട് ചെയ്യുന്ന കുറച്ച് കാറ്റലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആരാ? Fe, അയേൺ ഇൻ എന്ത് പ്രോസസ്സാ? ഹേബർ പ്രോസസ്സ്. V2O5 വെനേഡിയം ഡി ബ്ലോക്ക് എലമെന്റാ. ഇൻ ഏത് പ്രോസസ്സാ? കോണ്ടാക്ട് പ്രോസസ്സ്. പിന്നെ നിക്കൽ അല്ലെങ്കിൽ പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം ഇൻ ഹൈഡ്രജനേഷൻ. ഹൈഡ്രജൻ ആഡ് ചെയ്യുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷനുകളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ആണ് നിക്കൽ, പലേഡിയം അല്ലെങ്കിൽ പ്ലാറ്റിനം എന്ന് പറയുന്നത്. ഇതൊക്കെ ഡി ബ്ലോക്ക് എലമെന്റാ. ഇവർക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് മക്കളെ, അലോയ് ഫോർമേഷൻ. എന്താ അലോയ് എന്ന് പറഞ്ഞ? ഹോമോജീനിയസ് സോളിഡ് സൊല്യൂഷൻ ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ എലമെന്റ് ഈസ് മെറ്റൽ. ഒരു എലമെന്റ് എങ്കിലും മെറ്റൽ ആയിട്ടുള്ള സോളിഡ് സൊല്യൂഷനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മക്കളെ അലോയ് എന്ന് വിളിക്കുക. നിങ്ങൾക്ക് 2 അലോയുടെ പേര് നിങ്ങളെ മൈൻഡിൽ കയറ്റി വെച്ചോ. 2 അലോയ്. ബ്രാസ് ആര് കൂടി ചേർന്നതാ? കോപ്പറും സിങ്കും. ബ്രോൺസ് കോപ്പറും SN. ആരാ SN എന്ന് പറയുന്നത്? ടിന്ന്. കോപ്പറും സിങ്കും കൂടിയാൽ ബ്രാസ്, കോപ്പറും ടിന്നും കൂടിയാൽ ബ്രോൺസ്. ഓർത്ത് വെച്ചാൽ അലോയ് ഫോർമേഷൻ എന്ന് പറയുന്ന കാര്യവും എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കടാ, ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് ഫോർമേഷൻ. അപ്പൊ ഡൗട്ട്, എന്താ സാറേ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത്? എടാ ഒന്നുമില്ലടാ, ഈ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ ഉള്ളിൽ വന്നിട്ട് ചെറിയ എലമെന്റുകളായിട്ടുള്ള കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ പോലുള്ള ആൾക്കാർ കുടുങ്ങിക്കിടക്കും, ട്രാപ്പ് ചെയ്ത് കിടക്കും. അങ്ങനെ ട്രാപ്പ് ചെയ്ത് കിട്ടുന്ന കോമ്പൗണ്ടുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട്. ആ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് ഉണ്ടാക്കണമെങ്കിലും ഏത് ബ്ലോക്ക് എലമെന്റ്സ് വേണം? ഡി ബ്ലോക്ക് എലമെന്റ്സ് വേണം, ട്രാൻസിഷൻ എലമെന്റ്സ് വേണം. ഓക്കെ അല്ലടാ? അതിന്റെ എക്സാമ്പിൾ ആണ് TIC. നോക്ക്, ടൈറ്റാനിയം എന്ന് പറയുന്ന ഒരു ഡി ബ്ലോക്ക് എലമെന്റിന്റെ കൂടെ കാർബൺ വന്ന് ട്രാപ്പായി. TIC എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാ? ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടിന് എക്സാമ്പിളാ. ഇനി എന്തൊക്കെ പ്രോപ്പർട്ടി ഒരു മെറ്റൽ കാണിക്കുന്നുണ്ടോ ആ പ്രോപ്പർട്ടി ഒക്കെ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ടും കാണിക്കും. കാരണം മെറ്റൽസ് ഹാർഡാണ്, മെറ്റൽസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്, മെറ്റൽസ് കണ്ടക്റ്റീവ് ആണ്, ഇലക്ട്രിസിറ്റിയെയും ഹീറ്റിനെയൊക്കെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. പക്ഷെ ഒരു കാര്യം പഠിക്കണം, ഒരാൾ ഇന്റർസ്റ്റീഷ്യൽ കോമ്പൗണ്ട് ആണെങ്കിൽ അയാൾ
ഇനേർട്ട് ആയിരിക്കും. ഒരാൾ ഇൻഡസ്ട്രീഷ്യൽ കോമ്പൗണ്ട് ആണെങ്കിൽ അയാൾ എന്തായി? ഇനേർട്ട് ആയിരിക്കും എന്നുള്ള ഒരു എക്സ്ട്രാ പോയിന്റ് മാത്രം നിങ്ങൾ ഓർത്താൽ ബാക്കിയെല്ലാം എളുപ്പമാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നോക്കടാ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഒരു മെറ്റലിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ ഉള്ള കപ്പാസിറ്റിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അത് ഡി ബ്ലോക്കിന്റെ കേസിൽ ഇത്ര പഠിച്ചാൽ മതി. എടാ, ഒരു സീരീസ് എടുക്കുകയാണെങ്കിൽ, ഒരു പീരീഡ് എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ലെഫ്റ്റ് ടു റൈറ്റ് എന്തായിരിക്കും? ലെസ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും എന്നോർത്ത് വെച്ചോ. രണ്ടാമത്തെ കാര്യം, കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് ആണ്, ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും നെഗറ്റീവ് ആണ്. നിങ്ങൾ 3D സീരീസ് എടുത്താൽ സ്കാൻഡിയം ടു സിങ്ക് വരെയുള്ളതിൽ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് പ്രിഫർ ചെയ്യുക, ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും നെഗറ്റീവ് വാല്യൂ ആണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പ്രിഫർ ചെയ്യുക എന്നുള്ളത് കൂടി ഓർത്ത് വെക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അയാളുടെ അയോണൈസേഷൻ എന്താൽപ്പി എന്താ കൂടുതലാ, പക്ഷെ അത് എന്തുമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കണില്ല. ഹൈഡ്രേഷൻ എന്താൽപ്പിയുമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പോസിറ്റീവും ബാക്കി എല്ലാ ആൾക്കാരും നെഗറ്റീവുമായി നിൽക്കുന്നത് എന്നുള്ള ഒരു ചെറിയ പോയിന്റ് അവിടെ എക്സ്ട്രാ പോയിന്റ് ആക്കി നിങ്ങൾ ഓർത്ത് വെക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. ഓക്കെ അല്ലടാ? യെസ്. നെക്സ്റ്റ് നോക്കടാ, സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്. ഒന്നുമില്ല, ചില പ്രത്യേക കോമ്പൗണ്ടുകൾ, ട്രാൻസിഷൻ എലമെന്റ് ഉണ്ടാക്കുന്ന ചില പ്രത്യേക കോമ്പൗണ്ടുകൾ. അതിൽ ഫസ്റ്റ് കോമ്പൗണ്ട് ആണ് K2Cr2O7. ആരാ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ആ പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷനാണ് പഠിക്കുന്നത്. ക്രോമൈറ്റ് ഓർ ആരാ? ക്രോമൈറ്റ് ഓർ FeCr2O4. അയാളെ ഞാൻ സോഡിയം ക്രോമേറ്റ് ആക്കി മാറ്റും, Na2CrO4 ആക്കി മാറ്റും. ആ സോഡിയം ക്രോമേറ്റിനെ ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിൽ സോഡിയം ഡൈക്രോമേറ്റ് ആക്കും, Na2Cr2O7 ആക്കി മാറ്റും. അതിന് ഞാൻ തേർഡ് സ്റ്റെപ്പിൽ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ആക്കി മാറ്റും. നമുക്ക് വേണ്ട ആള് K2Cr2O7. ഇത് മക്കളെ ഒരു ഷോർട്ട് ഫോമാ. പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് എഴുതിയാൽ പോരാ, ഇത് ഓർമ്മയിൽ നിൽക്കാനുള്ള സാറിൻ്റെ ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് പറഞ്ഞത്. പരീക്ഷയ്ക്ക് വേണ്ടത് സ്റ്റെപ്പായിട്ട് പഠിച്ചു വെക്കണം. പഠിച്ചോ മക്കളെ? സ്റ്റെപ്പായിട്ട് തന്നെ പഠിച്ചോ. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 സ്റ്റെപ്പുകൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. സ്റ്റെപ്പുകൾ ഏതൊക്കെയാ? FeCr2O4നെ Na2CrO4 ആക്കി മാറ്റണമെങ്കിൽ ആഡ് ചെയ്യേണ്ട രണ്ടാൾക്കാർ Na2CO3 ആൻഡ് ഓക്സിജൻ. എടാ, ഇനി എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുള്ള കാര്യം, ഇതെങ്ങനെ സാറേ നമ്മളൊന്ന് ബാലൻസ് ചെയ്യാന്നുള്ളത്? ഒന്നുമില്ല, ഞാനൊരു കോഡ് പറയും, പഠിച്ചോ. 8 7. കോടെന്താ? 8 7 ഓർക്കുക. ഇനി നോക്കടാ, ഇവിടെ 8 Na2, ഇവിടെയും എന്ത് കൊടുക്കേണ്ടി വരും? 8 Na2. അപ്പൊ ഇവിടെ 8 ക്രോമിയം, ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 അല്ലേ? അതിന് 8 ആക്കാൻ 4 Fe. ഇവിടെ എത്ര Fe? 2. അപ്പൊ വീണ്ടും 2, 4 ആയി. ഇനി കാർബൺ നോക്കടാ, 8 കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉള്ളൂ. എന്താക്കുക? 8 കാർബൺ ആക്കിയാൽ റിയാക്ഷൻ എന്തായി? ബാലൻസ്ഡ് ആയി. അപ്പൊ ട്രിക്ക് എന്താ? 2 സംഖ്യകൾ കാണാതെ പഠിക്കുക. ആരാ? 8 7. ആ ട്രിക്ക് ഓർമ്മയിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം എഴുതണം. അത് നിങ്ങൾ തലയിൽ കയറ്റണേ. 8 7 തലയിൽ കയറ്റിക്കോ, ബാക്കി പഠിക്കണം. യെസ്. ഇനി സിമ്പിളാ. ഇവിടെ Na2Cr, ഇവിടെ 2 Cr ആണ്, ഇവിടെ 2 ആക്കണം. 2 Na2 എന്നാക്കി അല്ലെ, Cr2 ആയിട്ട് മാറി. കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കടാ, Na2 ബാലൻസ് ആയി. ഇനി ഇവിടെ നോക്ക, Na2, ഇവിടെ Na 2 എണ്ണം. ഇനി ഇവിടെ K2, ഇവിടെ K 2 എണ്ണം. ബാലൻസ്ഡ് ആയി. ഈ 3 സ്റ്റെപ്പാണ് നിങ്ങൾക്ക് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ നിർമ്മിക്കാൻ വേണ്ടത്, മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടത്. പക്ഷെ ഒരു കാര്യം ചെയ്യണം മക്കളെ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ഒരു പെന്നും പേപ്പറും എടുത്ത് ഈ 3 സ്റ്റെപ്പും നിങ്ങൾ എഴുതി പഠിച്ചേ പറ്റൂ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ 2 ടൈപ്പ് അയോണുകളാണ് ക്രോമേറ്റ് അയോണും ഡൈക്രോമേറ്റ് അയോണും. ഇവരുടെ സ്ട്രക്ചർ വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കോടാ. ക്രോമേറ്റ് അയോൺ ആണെങ്കിൽ ഒരു ക്രോമിയവും ബാക്കി പറ മക്കളെ 4 ഓക്സിജനും. ഈ ഷേപ്പ് ടെട്രാഹിഡ്രൽ ഷേപ്പാണ്. പഠിച്ചു വെച്ചോ. ഏത് ഷേപ്പാ മക്കളെ? ടെട്രാഹിഡ്രൽ ഷേപ്പാണ്. മുകളിൽ 2- ചാർജ്. കാരണം ഇതിന്റെ ഫോർമുല CrO4 2- ആണ്. ഏത് അയോണിന്റെ ഫോർമുല? ക്രോമേറ്റ് അയോണിന്റെ ഫോർമുല. ഡൈക്രോമേറ്റ് അയോൺ 2 ടെട്രാഹിഡ്രൽ കോംപ്ലക്സുകൾ കൂടി ചേർന്നതാ. ഫോർമുല മക്കളെ Cr2O7
2- ആണ് നിങ്ങളുടെ ഡൈക്രോമേറ്റ് അയോൺ. രണ്ടിൻ്റെയും സ്ട്രക്ചർ വരക്കാൻ എല്ലാ എക്സാമിനേഷൻ പേപ്പറുകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് മക്കളെ, പൊട്ടാഷ്യം. അതിനു മുമ്പ് ഒരു കാര്യം, ഓക്സിഡൈസിങ് ആക്ഷൻ. അതായത് നിങ്ങളുടെ ഈ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെ നിങ്ങൾ അസിഡിക് മീഡിയത്തിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇയാൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. വിച്ച് മീൻസ് ഇയാൾക്ക് ഓക്സിഡേഷൻ നടത്താനുള്ള കഴിവുണ്ട്. ആ ഓക്സിഡേഷൻ ആക്ഷൻ കാണിക്കുന്ന ഒരുപാട് റിയാക്ഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. പക്ഷെ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് Cr2O7 ഓക്സിഡൈസിങ് ആക്ഷൻ നടത്തുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കാം. ഈ ഇക്വേഷൻ വെച്ചിട്ട് Fe2+ നമുക്ക് എന്താക്കാൻ കഴിയുമെന്നറിയാം. Fe3+ ആക്കാൻ കഴിയും. അതിന്റെ ഇക്വേഷൻ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇത് രണ്ടും കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. എങ്ങനെയാടാ? ഇവിടെ ആരാ ഉള്ളത്? Cr2O7 2- ഉള്ളത്. Cr2O7 2- പ്ലസ് ആരാ? 14H+ പ്ലസ് ആരാ? 6 ഇലക്ട്രോൺ പ്ലസ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 6Fe2+ ഗീവ്സ് റൈറ്റ് സൈഡുകൾ ആഡ് ചെയ്യുക 2Cr3+. ഓക്കെ അല്ലേ? പ്ലസ് ആരാ? 7H2O പ്ലസ് ആരാ? 6Fe3+ പ്ലസ് ഇവിടെ ആരാ? 6 ഇലക്ട്രോൺ. ഇതാണ് ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് ആര് കാണിക്കുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്സിഡൈസിങ് ആക്ഷൻ ഓഫ് പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് കാണിക്കാനുള്ള ഒരു ഇക്വേഷൻ. എടാ, കുറേ ആൾക്കാർ ഓക്സിഡേഷൻ നടത്താൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു ഇക്വേഷൻ എങ്കിലും പഠിക്കണം. Fe2+ എങ്ങനെ Fe3+ ആക്കുന്നു എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കണം. അതിന് വേണ്ട ബേസിക്കായ ഇക്വേഷൻ ഇതാണ്. ബൈഹാർട്ട് പഠിച്ചോളനെ പൊന്നു മക്കളെ. അത് ബൈഹാർട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ Fe2+ Fe3+ ആക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ മാറ്റാൻ പറ്റും. I- I2 ആക്കാൻ പറ്റും. Sn2+ Sn4+ ആക്കാൻ പറ്റും. S2- സൾഫർ S ആക്കാനൊക്കെ പറ്റും. ആരെ കൊണ്ട്? K2Cr2O7 എന്ന് പറയുന്ന ഓക്സിഡൈസിങ് ഏജന്റിനെ കൊണ്ട്. ക്ലിയർ അല്ലടാ? അടുത്ത ആളാണ് മക്കളെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഫോർമുല KMnA4. KMnA4 ഉണ്ടാക്കാനുള്ള ഒരു ഷോർട്ട് ട്രിക്ക് പറഞ്ഞു തരാം. കണ്ടോ? പൈറോലുസൈറ്റ് ഓർ ഫോർമുല MnO2. അതിനെ പൊട്ടാസ്യം മാംഗനേറ്റ് ആക്കുക. ആരാ പൊട്ടാസ്യം മാംഗനേറ്റ്? K2MnO4. ആ പൊട്ടാസ്യം മാംഗനേറ്റിനെ നിങ്ങൾ എന്താക്കി മാറ്റുന്നു? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആക്കി മാറ്റുന്നു. ഈ ഷോർട്ട് ട്രിക്ക് പഠിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുമെന്ന് മാത്രമല്ല, ഈ ഷോർട്ട് ട്രിക്ക് വെച്ചിട്ട് വേണം നിങ്ങൾ സ്റ്റെപ്പ് എഴുതാൻ. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് നോക്കടാ, വെറും 2. ഡൈക്രോമേറ്റിൽ 3 സ്റ്റെപ്പാ, പെർമാംഗനേറ്റിൽ 2 സ്റ്റെപ്പ് ഉള്ളൂ. എന്താ 2 സ്റ്റെപ്പ്? MnO2 നിങ്ങൾ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡും ഓക്സിജനും ആഡ് ചെയ്താൽ പൊട്ടാഷ്യം മാംഗനേറ്റ് കിട്ടും. ആ പൊട്ടാഷ്യം മാംഗനേറ്റിനെ ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ചിട്ട് ആസിഡിഫിക്കേഷൻ നടത്തിക്കഴിഞ്ഞാൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആയിട്ടുള്ള KMnO4 കിട്ടുമെന്നുള്ളതാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ പ്രിപ്പറേഷൻ. ഞാൻ അവിടെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നു. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ ഉടനെ നിങ്ങൾ നോട്ടെടുത്ത് പെന്നെടുത്ത് ബുക്കിലൊന്ന് എഴുതി പഠിച്ചോ. എന്നാലേ ഓർമ്മയിൽ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ തലയിൽ കയറൂല, മറക്കും. ഉറപ്പാ എഴുതി പഠിക്കണം. ഓക്കെ, യെസ്. നെക്സ്റ്റ് നോക്കടാ. അവിടെ പറഞ്ഞ പോലെ തന്നെ പെർമാംഗനേറ്റ്, ഇവിടെ മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും സ്ട്രക്ചർ പറഞ്ഞിട്ടുണ്ട്. എന്താ മാംഗനേറ്റ് അയോൺ? MnO4 2- ആണ് മാംഗനേറ്റ് അയോൺ. ആരാ പെർമാംഗനേറ്റ് അയോൺ? MnO4 വെറും മൈനസ് ആണ് മക്കളെ പെർമാംഗനേറ്റ് അയോൺ. മാംഗനേറ്റ് അയോണിന്റെയും പെർമാംഗനേറ്റ് അയോണിന്റെയും എവിടെയാണോ മൈനസ് ചാർജ് ഉള്ളത് അവിടെ സിംഗിൾ ബോണ്ട്, ബാക്കിയുള്ളടത്ത് ഡബിൾ ബോണ്ട്. ഇവിടെ മൈനസ്, ഇവിടെ സിംഗിൾ ബോണ്ട്, ബാക്കി 3 ഡബിൾ ബോണ്ട്. ആ രീതിയിൽ ഓർത്ത് വെച്ചാൽ മാംഗനേറ്റും പെർമാംഗനേറ്റ് അയോണിന്റെയും സ്ട്രക്ചറുകളും ഈസിയായി പഠിക്കാൻ പറ്റും. ചോദിക്കും മക്കളെ, ഉറപ്പിച്ചോ. നെക്സ്റ്റ് മക്കളെ, ലാസ്റ്റ് ഓക്സിഡൈസിങ് ആക്ഷനാ. ഇയാൾക്കും ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആർക്കുണ്ട് എന്നാ പറഞ്ഞത്? ഇയാൾക്ക്. ആർക്ക്? പൊട്ടാഷ്യം പെർമാംഗനേറ്റിനുണ്ട്. ഇൻ അസിഡിക് മീഡിയത്തിലും പറ്റും, ന്യൂട്രൽ മീഡിയത്തിലും പറ്റും, ബേസിക് മീഡിയത്തിലും പറ്റും. പക്ഷെ നിങ്ങൾ പഠിക്കേണ്ടത് അസിഡിക് മീഡിയത്തിലുള്ള റിയാക്ഷനാ. കോമൺ ആയ റിയാക്ഷൻ ഇതാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കാണാതെ പഠിച്ചു വെക്കണം. ഇനി ഇയാൾക്ക് നടത്താൻ പറ്റുന്ന ഒരു ഓക്സിഡൈസിങ് ആക്ഷൻ ആണ് Fe2+ Fe3+ ആക്കാൻ പറ്റും. എങ്ങനെയാ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക? 2 സൈഡും കൂടി കൂട്ടുക. MnO4- പ്ലസ് 8H++. ഇവിടെ ആരാ? 5Fe2+ ഗീവ്സ്. ഞാൻ ഇവിടെ ഇലക്ട്രോൺ എഴുതുന്നില്ല. കാരണം എന്താ? ഈ ഇലക്ട്രോണും കട്ടായി പോകും. അപ്പൊ എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി അപ്പുറത്ത് Mn2++
4H2O പ്ലസ്, ഇവിടെ 5Fe3 പ്ലസ്. ഇതാണ് KMnO4ന്റെ ഒരു ഓക്സിഡൈസിങ് ആക്ഷൻ കാണിക്കുന്ന റിയാക്ഷൻ എഴുതാൻ പറഞ്ഞാൽ പഠിക്കേണ്ടത്. ഇനി ആരെ ചോദിച്ചാലും ബേസിക് ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കുക. ആരെയാണോ ചോദിക്കുന്നത് അത് കൂട്ടി എഴുതിയാൽ ഇക്വേഷനായി, റിയാക്ഷനായി. ക്ലിയർ അല്ലേ? പറ്റുന്ന കുറേ റിയാക്ഷൻ ഇതാ. C2O4 2- CO2 ആക്കാൻ പറ്റും, I- I2 ആക്കാൻ പറ്റും, SO3 2- SO4 2- ഒക്കെ ആക്കാൻ ആരെ കൊണ്ട് പറ്റൂടാ? പൊട്ടാസ്യം പെർമാംഗനേറ്റിനെ കൊണ്ട് പറ്റുമെന്നുള്ളത് കാണിക്കാനാണ് ഈ റിയാക്ഷൻസ്. ഓക്കെ ആണല്ലോ? യെസ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് അവസാനിച്ചിരിക്കുന്നു. ഇനി പഠിക്കാനുള്ള ആള് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാ വിളിക്കുക. എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാ വിളിക്കുക. ശ്രദ്ധിച്ചോ, എന്താ എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ? എല്ലാവരും ശ്രദ്ധിക്കണേ മക്കളെ. എഫ് ബ്ലോക്ക് എലമെന്റ്സ് അല്ലെങ്കിൽ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ n-2 F1 to 14 n-1 D1 to 10 ns2. ഇതാണ് മക്കളെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്, ലാന്തനോയിഡ് ഉണ്ട്, ആക്ടിനോയിഡ് ഉണ്ട്. പഠിച്ചോ, ഡി ബ്ലോക്ക് എലമെന്റ്സ് രണ്ട് ടൈപ്പാ, ലാന്തനോയിഡ് ഉണ്ട്, ആക്ടിനോയിഡ് ഉണ്ട്. ലാന്തനോയിഡ് എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടെ വരെ? പഠിച്ചോ, സീറിയം മുതൽ ലുട്ടീഷ്യം വരെയാണ് ലാന്തനോയിഡ്. ആക്ടിനോയിഡ് എന്ന് പറഞ്ഞാൽ തോറിയം മുതൽ ലോറൻഷ്യം വരെയുള്ള ആൾക്കാരാണ് ആക്ടിനോയിഡുകൾ. ലാന്തനോയിഡിന് നിങ്ങൾ 4F സീരീസ് എന്നാ വിളിക്കുക, ആക്ടിനോയിഡിന് നിങ്ങൾ 5S സീരീസ് എന്നാ വിളിക്കുക. അതിന്റെ രണ്ടിന്റെയും ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാ കൊടുത്തിട്ടുള്ളത്. ഇവിടെ 4F, ഇവിടെ 5F, 5D 6D 6S 7S. ആ മാറ്റം മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ലാന്തനോയിഡ്, ആക്ടിനോയിഡ്. ലാന്തനോയിഡുകൾ കാണിക്കുന്ന ഒരു പ്രത്യേകതരം പ്രക്രിയയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അപ്പൊ ആക്ടിനോയിഡുകൾ കാണിക്കുന്ന ഒരു പ്രത്യേകതരം പ്രക്രിയയാണ് മക്കളെ ആര്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ആരാ? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി ലാന്തനോഡ് ആയിക്കോട്ടെ, ആക്ടിനോഡ് ആയിക്കോട്ടെ, ഒരു കോമൺ ആയിട്ട് കാണിക്കുന്ന ഓക്സിഡേഷൻ നമ്പർ ആണ് +3. +4ഉം +2ഉം കാണിക്കുന്ന സീറിയം, ഇറ്റർബിയം, യൂറോപ്പിയം എന്ന് പറയുന്ന എലമെന്റുകളൊക്കെ +4ഉം +2ഉം കാണിക്കാൻ സാധ്യതയുണ്ട്. ഒരു എക്സെപ്ഷൻ ആയിട്ടൊന്ന് പഠിച്ചു വെച്ചോ. ആക്ടിനോയിഡുകളും കോമൺ ആയിട്ട് +3 കാണിക്കുക. പക്ഷെ ഒരു ചിലപ്പോൾ +4, +5, +6, +7 പോലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ കാണിക്കുന്ന എലമെന്റുകളും ആക്ടിനോയിഡിൽ ഉണ്ട് എന്നുള്ളതും കൂടി ഒന്ന് മക്കളെ ഓർത്ത് വെച്ചാൽ നല്ലത്. ഇനി ശ്രദ്ധിക്കടാ, അടുത്തത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? കുറേ നേരമായി പഠിക്കണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ലാന്തനോയിഡ് സീരീസ് എടുത്താൽ അതിന്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും തോറും ലാന്തനോയിഡുകളുടെ സൈസ് ഗ്രാജുവൽ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് 4F ഓർബിറ്റൽസ്. 4F ഓർബിറ്റൽസ് ഉണ്ടല്ലോ ഈ ലാന്തനോയിഡ്സിൽ, ആ 4F ഓർബിറ്റൽസിന്റെ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ്. അതിനുകൊണ്ടാണ് നിങ്ങൾ എന്തുണ്ടാവുന്നത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നത്. കാരണം 4F ഓർബിറ്റൽസിന് ന്യൂക്ലിയസിന്റെ അട്രാക്ഷന് തടയാൻ പറ്റില്ല. കാരണം അവരുടെ ഷീൽഡിംഗ് എഫക്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ നടക്കുന്നത്. ഇനി ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ നടന്നാലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നത്? ഒന്ന് ഞാൻ പഠിപ്പിച്ചു. സെക്കൻഡ് റോ ആൻഡ് തേർഡ് റോ ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്, അതായത് 4D ആൻഡ് 5D സീരീസിന്റെ സൈസ് ഏകദേശം സിമിലർ ആയി വരാനുള്ള കാരണം ലാന്തനോയിഡ് കോൺട്രാക്ഷനാ. ഇനി ലാന്തനോയിഡ്സിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഏകദേശം സെയിം ആയിട്ട് വരാനുള്ള ഒരു റീസണും ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷനാ. പിന്നെ ഹൈഡ്രോക്സൈഡ്, അതായത് ഫോർ എക്സാമ്പിൾ ലന്ധാനം ഹൈഡ്രോക്സൈഡിനെക്കാളും ബേസിക് ആണ് ആര് മക്കളെ? LuOH ത്രൈസ്. ആരാ? ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ്. ലന്ധാനം ഹൈഡ്രോക്സൈഡിനെക്കാളും ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് ബേസിക് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതും ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. എന്താണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? അതിന്റെ 3 കോൺസിക്വൻസും നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം. ഇനി കെമിക്കൽ റിയാക്ഷൻസ്, ലാന്തനോയിഡ്സ് പങ്കെടുക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ്. എൻ്റെ പൊന്നു മക്കളെ, ഇത് കാണാതെ പഠിക്കേണ്ട കാര്യമാണ്.
ഒരുപാട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Ln2O3, സൾഫറുമായിട്ട് Ln2S3, നൈട്രജൻ LnN, കാർബൺ LnC2, ഇങ്ങനെ ഒരുപാട് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചേരെ. ശ്രദ്ധിച്ചോ മക്കളെ, ലാന്തനോയിഡിന് ഞാൻ Ln എഴുതി, ഓക്സിജൻ എഴുതി. ലാന്തനോയിഡിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, ഓക്സിജൻ ആണെങ്കിൽ -2. എടാ ഫോർമുല ഉണ്ടാക്കാൻ ഓക്സിജന്റെ 2 ഇങ്ങോട്ട്, ലാന്തനോയിഡിന്റെ 3 ഇങ്ങോട്ട്, അപ്പൊ എന്താ കിട്ടുക? Ln2O3. കണ്ടോ, ഇതാണ് ലാന്തനോയിഡ് ഓക്സിജനുമായി കൂടിച്ചേരുമ്പോൾ കിട്ടുന്ന Ln2O3. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ആളുമായിട്ട് ലാന്തനോയിഡ് റിയാക്ട് ചെയ്താലുമുള്ള റിയാക്ഷൻ കണ്ടെത്താൻ പറ്റും. അതാണ് നിങ്ങളെ ഈ ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ മക്കളെ? യെസ്, നോക്കടാ, മിഷ് മെറ്റൽ. എന്താ മിഷ് മെറ്റൽ? ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാ. എന്താ മിഷ് മെറ്റൽ? പറ. എടാ, മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അതിൽ 95% ലാന്തനോയിഡ് മെറ്റൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. 5% 5%, ബാക്കി വളരെ ചെറിയ ക്വാണ്ടിറ്റി ഓഫ് സൾഫർ, കാർബൺ, കാൽഷ്യം ആൻഡ് അലൂമിനിയം. 95% ലാന്തനോയിഡും 5% അയോണും ബാക്കി ട്രേസസ് ഓഫ് സ്മോൾ എമൗണ്ട് ഓഫ് സൾഫർ, കാർബൺ, കാൽഷ്യം പോലുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് മിഷ് മെറ്റൽ. ആ മിഷ് മെറ്റൽ നിങ്ങൾക്ക് ഷെല്ല്, ബുള്ളറ്റ് പോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ D&F ബ്ലോക്ക് എലമെന്റ്സ് അവിടെ കംപ്ലീറ്റ് ആയി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞു മക്കളെ. ഇത് നിങ്ങൾ നോട്ട് വെച്ച് എഴുതി പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.